Hi friends, welcome back to my channel. പഴയ കലണ്ടേഴ്സൊക്കെ ഉപയോഗിച്ച് ഭയങ്കര സിമ്പിളായുള്ള ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ 2018 19 കലണ്ടേഴ്സൊക്കെ വെറുതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ടേൺ ഓൺ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ ഈ കലണ്ടറിൻ്റെ മുകളിൽ കാണപ്പെടുന്ന ഒരു കമ്പി പോലത്തെ നൈസായിട്ടുള്ള ഒരു കമ്പി തന്നെയാണ് തോന്നുന്നു. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ അത് കത്രിക യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇനി ഇതിൽ നിന്ന് ഒരു ലെയർ ഞാൻ എടുക്കുകയാണ്. ഒരു 3 ലെയറോ 5 ലെയറോ മിനിമം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലെയർ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. ഇനി ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു 3 വട്ടം ഫോൾഡ് ചെയ്യുക ഇതിനെ. ഈ നമുക്ക് കട്ട് ചെയ്യാനുള്ള ലൈൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ലൈൻസ് അവിടെ കറക്റ്റ് ട്രേസ് ആയിട്ട് വന്നോളും. അപ്പം നമുക്ക് ആ ലൈൻസ് വഴി കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ 3 വട്ടം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നിവർത്തുമ്പോൾ കണ്ടില്ലേ 1 2 3 ലൈൻസ് കാണാം. ആ ലൈൻസിൻ്റെ കൂടെ ഇത് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് പാരലായിട്ടുള്ള കുറേ പീസസ് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ മറ്റ് കലണ്ടേഴ്സും ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഒരു പീസ് എടുത്തിട്ട് ഒരു സ്റ്റിക്കോ പെന്നോ പെൻസിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കിൻ്റെ ഷേപ്പിലാണ് വേണ്ടത്. ഇനി ലാസ്റ്റ് എൻഡിൽ വെച്ചിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും ചെയ്യുക. അപ്പോൾ ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു വൈറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അളവ് ശരിയാക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ലെങ്ത്ത് 40 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 12 സെൻറ്റിമീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ 12 സെൻറ്റിമീറ്ററാണ് വീതി വരിക. അപ്പോൾ ഈ സ്റ്റിക്കുകളും 12 സെൻറ്റിമീറ്റർ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരു സ്റ്റിക്കിൽ നിന്ന് നമുക്ക് 2 പീസസ് കിട്ടുന്നുണ്ട്. 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത പീസസ് എല്ലാം ഈ ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ കറക്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ പീസസും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് ആ ലെവലിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പോയാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഞാനിതാ ഫുള്ളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സസ് ആയി കിടക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഏകദേശം ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 35 36 38 വരെ 38 ഭാഗം എങ്ങാനും മതിയാവും. അത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനായിട്ടുള്ള സൈഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എടുക്കുന്നത് കാർഡ്ബോർഡാണ്. നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോട്ടെ, അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ആ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് സൈഡ്സൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 12 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു ഷീറ്റിൽ ഒരു ആർക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഒരു ചെറിയൊരു ആർക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ ഇതുപോലത്തെ ഒരു പീസാണ് കിട്ടുക. ഇത് നമ്മൾ നേരെ കാർഡ്ബോർഡിൽ വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് കോപ്പി എടുത്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബേസ് കിട്ടും. നമ്മൾ ഫസ്റ്റ് എടുത്ത വൈറ്റ് ഷീറ്റിൻ്റെ ബ്രെഡ്ത്ത് 12 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതും 12 സെൻറ്റിമീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. കാർഡ്ബോർഡുമ്പോൾ വെച്ചിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ 2 എണ്ണം വേണം കേട്ടോ, 2 സൈഡിലായിട്ട് വെക്കാനായിട്ട്. ഓക്കെ, ഞാൻ 2 എണ്ണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് കളർ കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്നിലേക്ക് കളർ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് ഇതിന്. അപ്പോൾ ഇതിന് മാത്രമല്ല നമുക്ക് കളർ കൊടുക്കേണ്ടത്, നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു പേപ്പറൊക്കെ ഒട്ടിച്ചില്ല, ആ ഒരു ലെയറും കളർ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതിന് കൊടുത്ത ശേഷം അതിന് കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കളർ കൊടുക്കുക, 2 വശത്തും കളർ കൊടുക്കണം കേട്ടോ, ഇതുപോലെ തന്നെ. എന്നിട്ട് നന്നായിട്ട് ഉണക്കാനായിട്ട് വെക്കാം. അപ്പോൾ മറ്റേ 2 ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ലെയറും, അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ലെയറിനെയും ഇതുപോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ബാക്കിയുള്ള ഭാഗം ഡ്രൈ ആയിട്ടുണ്ടാവും. എന്നാലും കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ കളർ ചെയ്ത് ഉണക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഒട്ടിക്കലാണ് അടുത്ത പണി എന്നുള്ളത്. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒരു കൂട്ടി ഒട്ടിക്കണം. ഇതുപോലത്തെ രീതിയിൽ രണ്ടെണ്ണം ബേസ് ഇതുപോലെ ഇതിലാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് അപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ കറക്റ്റ് ഷേപ്പ്. ഇനി ഞാൻ കുറച്ച് ഗ്ലൂ രണ്ട് ഭാഗത്തായിട്ട് ആ എൻഡിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഉണങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണെന്ന്. ഇതൊരു ബോക്സാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ഗാർഡനെ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള പുല്ലും പൂക്കളും ബട്ടർഫ്ലൈസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡയറക്റ്റായിട്ട് ഒടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഇതിനെ ഒരു ബ്യൂട്ടിഫുൾ ബോക്സ് ആക്കി മാറ്റാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇത് വളരെയായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് കൊടുക്കാകുമ്പോൾ ഇച്ചിരിയും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് അട്രാക്റ്റീവ് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സ് ഭയങ്കര റെഡി ആയിട്ടുള്ള അട്രാക്റ്റീവ് കളർഫുൾ കോമ്പിനേഷൻ ആയിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതിന് ലോക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ലോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ ഇതാ ഒരു വൂളൻ ത്രെഡിൻ്റെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ സെലോ ടേപ്പ് ചുടിച്ച് കൊടുക്കുകയാണ്. ഫെവിക്കോൾ ഫെബോണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അടർന്ന് പോരാൻ ചാൻസ് ഉണ്ട്, കാരണം കനം കുറഞ്ഞതല്ലേ. അപ്പോൾ സെലോ ടേപ്പ് ആയിരിക്കും ഇച്ചിരി കൂടി ബെറ്റർ കേട്ടോ. താഴെ ഞാനൊരു ചെറിയൊരു മണിയാണ് ഒടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സ് ഇപ്പോൾ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ കപ്പാസിറ്റിയാണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് കാണിച്ചു തരാം എന്തൊക്കെ സാധനം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിൽ വെക്കാൻ പോകുന്നത് അക്രലിക് പെയിൻറ്റ്സ് ആണ്. നമുക്ക് കൂടുതലായിട്ട് സ്ഥലം ആവശ്യം വരുന്നത് അക്രലിക് പെയിൻറ്റ്സിനാണ്. അപ്പോൾ ഞാനിപ്പോൾ അക്രലിക് പെയിൻറ്റ്സ് ഒക്കെ അടുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും സ്പേസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനിയും സ്പേസ് അവൈലബിൾ ആണ്. ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ടും ഇനിയും അതിൽ എന്താ പറയുക സ്പേസ് അവൈലബിൾ ആണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ലേസും അതുപോലെ തന്നെ 3D ഔട്ട്ലൈനേഴ്സും ഗ്ലിറ്റർ ഔട്ട്ലൈനേഴ്സും അതുപോലെ തന്നെ ഗ്രീൻ ടാപ്സും ഗമ്മും എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയത് ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ ഇത്. ഇനി സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നീഡിൽസും അതുപോലെ ത്രെഡ്സും ഹുക്സും ഒക്കെ എടുത്ത് വയ്ക്കാനായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടൊരു ബോക്സ് എന്തായാലും ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാവുന്നത് തന്നെയാണ് കേട്ടോ. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ കപ്പാസിറ്റി എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫുള്ളും വേസ്റ്റ് മെറ്റീരിയൽസാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബോക്സ് തന്നെയാണ്. വളരെയധികം സിമ്പിളാണ്, യൂസ്ഫുള്ളാണ്, അട്രാക്റ്റീവാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ മറക്കല്ലേ.